മരണത്തിന്റെ ഒറ്റച്ചുംബനം. രചന ജിതിൽ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഞാൻ വാട്സാപ്പ് ഡിലീറ്റ് ചെയ്യാൻ പോവാ. അച്ചുവേട്ടന്റെ മെസ്സേജ് കണ്ട് അവളൽപ്പം പതറി. എന്തു പറ്റി അച്ചുവേട്ട? ഞെട്ടിക്കൊണ്ടുള്ള ചോദ്യവും പിന്നെ കുറെ ഇമോജികളും. ഒന്നുമില്ലടോ, എന്തോ സോഷ്യൽ മീഡിയയിൽ നിന്ന് ചെറിയൊരു ബ്രേക്ക് എടുക്കുന്നു, ദാറ്റ്സ് ഓൾ. ഇൻസ്റ്റാഗ്രാമോ? അതുമില്ല, ഒന്നുമില്ല, എല്ലാം ഡിലീറ്റ് ചെയ്യാ. അപ്പോ എന്നെ വേണ്ടേ? മടിച്ചുകൊണ്ടായിരുന്നു അവൾ ചോദിച്ചത്. അങ്ങനെ തനിക്ക് തോന്നുന്നുണ്ടോ? SMS അയക്കാടോ ഞാൻ. എന്നാലും പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം. ചുമ്മാ നീയൊക്കെ എന്നെ മിസ് ചെയ്ത് പണ്ടാരടങ്ങണം, അത്രയേ ഉള്ളൂ. ചിരിച്ചുകൊണ്ടുള്ള മറുപടിയിൽ മറ്റെന്തൊക്കെയോ ദുരൂഹതകൾ. എങ്കിലും അവൻ്റെ ഈ ഒരു തീരുമാനം അവളെ തീർത്തും ഞെട്ടിപ്പിച്ചിരുന്നു. വാട്സാപ്പിലല്ലാതെ അച്ചുവേട്ടന് മെസ്സേജ് അയക്കില്ല എന്ന് ഞാനും തീരുമാനിച്ചാലോ? അതിന് എൻ്റെ അനുവിന് കഴിയില്ല എന്ന് വിചാരിക്കുന്നു. ഇനി അറിയില്ല. എപ്പോഴും ഇങ്ങനെയാണ്. അച്ചുവേട്ടൻ ഇമോഷണലായി സംസാരിക്കും. പിന്നെയും മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവിന് കഴിയില്ല. പക്ഷേ ഇന്നത് ആവർത്തിച്ചില്ല. തോന്നലാണ്, ഞാൻ അയക്കില്ല, തീർച്ചയാണ്. തീരുമാനിച്ചോ? അച്ചുവേട്ടൻ്റെ തീരുമാനങ്ങളല്ലേ വലുത്, അതുപോലെയാണ് എനിക്കിതും. ഓക്കെ, ഞാൻ പോകുന്നു. അച്ചുവേട്ടൻ്റെ അവസാനത്തെ മെസ്സേജ്. ഞാൻ അച്ചുവേട്ടനെ മിസ് ചെയ്യില്ല. അവസാനമായി അവളയച്ച മെസ്സേജ് അവൻ്റെ മൊബൈലിലേക്ക് എത്തിയതിന് തൊട്ടു മുമ്പ് അവൻ വാട്സാപ്പ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. എന്തുകൊണ്ടോ അവൾക്കത് വിശ്വസിക്കാനായില്ല. അവളവൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കയറി നോക്കി, അതും കളഞ്ഞിരിക്കുന്നു. എങ്കിലെന്തോ പറ്റിയിരിക്കുന്നു. അപ്പോഴാണ് മെസ്സഞ്ചർ വഴിയുള്ള അവൻ്റെ മെസ്സേജ്. അനു, ഞാൻ പോകുന്നു. നീ എന്നെ മിസ് ചെയ്യുമെന്ന് എനിക്കറിയാം. വിളിക്കണം, ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കണം, SMS അയക്കണം. ഗുഡ് നൈറ്റ്, ലവ് യു. മെസ്സേജ് കണ്ടപാടെ റിപ്ലൈ കൊടുക്കാനും ശ്രമം നടത്തി. പക്ഷേ അതിനു മുമ്പേ ആ അക്കൗണ്ടും ബഹിഷ്കരിക്കപ്പെട്ടിരുന്നു. കണ്ണുകൾ എന്തുകൊണ്ടോ നിറഞ്ഞു. കണ്ണീര് അവൻ്റെ അക്കൗണ്ടിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ ഇറ്റി വീണ് അവൻ്റെ മുഖചിത്രം തിളങ്ങി. ഇത്രയ്ക്ക് സങ്കടം വരാൻ അവൻ നിന്റെ ലവറൊന്നുമില്ലല്ലോ, ആണോ? റൂംമേറ്റും ഫ്രണ്ടുമായി നിരഞ്ജന ചോദിച്ചു. ഹോസ്റ്റൽ റൂമിൽ മൊബൈൽ ടേബിളിൽ വെച്ച് ബെഡിലേക്ക് വീണ് മുഖം പൊത്തി കരഞ്ഞു. അറിയില്ല, എനിക്കൊന്നും അറിയില്ല. അതായിരുന്നു അവളുടെ ഉത്തരം. നീ ഇത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലടി. അവൻ ചിലപ്പോൾ നിന്നെ പറ്റിച്ചാവും. കുറേ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതുപോലത്തെ രണ്ടെണ്ണത്തിന് ഞാൻ കണ്ടിട്ടില്ല. അവൻ്റെ ഫ്രണ്ടാണോ? അല്ല. അവൻ്റെ പെണ്ണാണോ? അല്ല. എന്നാലോ രണ്ടിനും രണ്ടാളും ആരൊക്കെയാണ്? നിരഞ്ജന അറിവിൻ്റെ അടുത്തായി വന്നിരുന്നു. അച്ചുവേട്ടന് എന്തോ പറ്റിയിട്ടുണ്ട്, അല്ലാതെ ഇങ്ങനെയൊന്നും ചെയ്യില്ല. എടി, അത് പേഴ്സണലി എന്തെങ്കിലും പ്രശ്നം കാണും, എല്ലാം നിന്നോട് പറയണമെന്നുണ്ടോ? അതിന് മാത്രം നീ അവൻ്റെ ഭാര്യ ഒന്നല്ലല്ലോ. വേറെ ആരോടും പറയാത്ത കുറേ കാര്യങ്ങൾ എന്നോട് മാത്രം പറഞ്ഞിട്ടുണ്ട്. പിന്നെയാണോ ഇത്? ഞാൻ അച്ചുവേട്ടൻ്റെ ആരൊക്കെയാണ്, അത് അച്ചുവേട്ടനറിയാം, എനിക്കും അറിയാം. അവളെ സമാധാനിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടുകൊണ്ട് നിരഞ്ജന കിടക്കൽ കയറി ഉറങ്ങാനായി കിടന്നു. തലയിണ കെട്ടിപ്പിടിച്ച് അതുകൊണ്ട് അവൾ കണ്ണുനീര് തുടച്ചു. അന്ന് രാത്രി എന്തുകൊണ്ടോ ഉറങ്ങാനായില്ല. എൻ്റെ മാത്രം അനു. അച്ചുവേട്ടൻ ഒരിക്കലയച്ച മെസ്സേജിലേക്ക് അവൾ വീണ്ടും നോക്കിയിരുന്നു. അച്ചുവേട്ടാ, കുറെ കോഴികൾ എൻ്റെ മെസ്സഞ്ചറിൽ വരുന്നുണ്ട്, ഉമ്മയും ചോദിച്ചുകൊണ്ട്. ഞാനൊരു ഉമ്മ എടുത്തോട്ടെ? ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്ക് ഹേർട്ടാവുന്നുണ്ടടി നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. നീ എൻ്റെയാ, എനിക്ക് മാത്രം നീ ഉമ്മ എന്നാ മതി. അവറ്റകൾ പാവങ്ങളല്ലേ അച്ചുവേട്ടാ. പിന്നെയും കുറെ ദേഷ്യം പിടിപ്പിച്ച് നോക്കി അവനെ. ഞാനിനി നിനക്ക് മെസ്സേജ് അയക്കില്ല, നോക്കിക്കോ. നീ അവർക്ക് ഉമ്മയോ തേങ്ങയോ എന്തേലും കൊടുക്ക്, പോ. പിന്നെ കുറെ സോറി അയച്ചിരുന്നെങ്കിലും അച്ചുവേട്ടൻ്റെ മറുപടി വന്നില്ല. എൻ്റെ അച്ചുവേട്ടനല്ലാതെ ഞാൻ വേറെ ആർക്കും ഉമ്മ കൊടുക്കാൻ അച്ചുവേട്ടാ. ഞാൻ അവരേക്ക് എപ്പോഴേ ബ്ലോക്ക് ചെയ്താ, വെറുതെ അച്ചുവേട്ടൻ ദേഷ്യം പിടിപ്പിക്കാനാ. എങ്കിലേ എനിക്കൊരു ഉമ്മതാ ഇപ്പോ. ടൈപ്പിംഗ് ഉമ്മ വേണ്ട, വോയിസ് തന്നെ വേണം. ദൈവമേ, അച്ചുവേട്ടൻ ഞാനിപ്പോൾ ക്യാൻറ്റീനില്ല, ഇവിടെ ചുമ്മെന്നാ എനിക്കില്ലാത്ത കാമുണ്ടെന്ന് ഇവരൊക്കെ പറയും. എങ്കിലേ എനിക്ക് വോയിസ് ഉമ്മ തന്നെ വേണം, ഇല്ലെങ്കിൽ ഞാനൊരു മെസ്സേജ് അയക്കില്ല. തരാം. ചുറ്റിനും നോക്കി ആരും ശ്രദ്ധിക്കില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം വോയിസ് ആയിട്ടൊരു ഉമ്മ കൊടുത്തു. തൽക്കാലം ഇത് മതി. അച്ചുവേട്ടൻ ഉറക്കെ ചിരിച്ചു. നീയേ നിന്റെ ഇമെയിലും പാസ്വേഡും എനിക്ക് തന്നേ. ഇനി ആരെ എൻ്റെ അനുവിനെ മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുന്ന നോക്കട്ടെ. അവന് ഞാൻ ഉമ്മയും ബാപ്പയൊക്കെ കൊടുത്തോളാം. ഞാനവർ ബ്ലോക്ക് ചെയ്തില്ലേ, ഇനി എന്തിനാ? നീ ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതി. അങ്ങനെ അവളുടെ അക്കൗണ്ട് അച്ചുവേട്ടൻ്റെതും കൂടിയായി. മൊബൈലിൽ ഓരോ നോട്ടിഫിക്കേഷൻ വരുന്നതോറും അത് അച്ചുവേട്ടൻ്റെതാകുമെന്ന് കരുതി അവൾ ആ രാത്രി കഴിച്ചു കൂട്ടി. പക്ഷേ അവൻ്റെ മെസ്സേജ് വന്നില്ല. രാവിലെ എഴുന്നേറ്റ് പതിവ് പോലെ അവൻ്റെ വാട്സാപ്പിൽ ഒരു ഗുഡ് മോർണിംഗ് അയക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇന്നലെ അവനയച്ച മെസ്സേജ് ഇപ്പോഴും അവിടെ തന്നെ കിടക്കുന്നത് കണ്ടത്. അതോടെ അച്ചുവേട്ടൻ പോയെന്ന് അവൾക്ക് ബോധ്യമായി. നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം? പലരും ചോദിച്ച ആ ചോദ്യം, അതിൻ്റെ ഉത്തരം ഇത്രയായിട്ടും അവൾക്കും അറിയില്ലായിരുന്നു. രാവിലെ എഴുന്നേറ്റ് മൊബൈൽ നോക്കിയിരുന്നു. ഓരോ നിമിഷവും പ്രതീക്ഷയോടെ. അവൻ്റെ SMS ഫോൺ കോളോ പോലും വന്നില്ല. അതവളെ മറ്റെന്തിനേക്കാളും തളർത്തിയിരുന്നു. ഒടുവിൽ അവൻ്റെ അക്കൗണ്ടിൽ കയറി അവൻ്റെ അനിയൻ അശ്വിൻ്റെ അക്കൗണ്ട് കണ്ടെടുത്തു. എന്നിട്ട് അവന് മെസ്സേജ് അയച്ചു നോക്കി. ഹായ്, ഞാൻ അനുവ, നിന്റെ ചേട്ടൻ്റെ.
ആ ഒരു വാക്യം പൂർണ്ണമാക്കുവാൻ അവളെ കൊണ്ട് പറ്റിയില്ല. അവൻ്റെ ആരാണ്? ആത്മാവിൻ്റെ ഏതോ ഒരു കോണിൽ നിന്നും ആ ചോദ്യം അവളെ കുത്തി നോവിച്ചു. ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് വീണ്ടും ഒരു മെസ്സേജ് അയച്ചു. ഹായ്, ഞാൻ അനുവാണ്. നിന്റെ ചേട്ടനെവിടെ? അന്ന് ഉച്ചക്കാണ് അശ്വിൻ ഓൺലൈനിൽ വന്നത്. മെസ്സേജ് കണ്ടപാടെ റിപ്ലൈയും കൊടുത്തു. ആരാ? മനസ്സിലായില്ല. അത് കള്ളം. അച്ചുവേട്ടൻ പറഞ്ഞിട്ടുള്ളതാണ് തന്നെക്കുറിച്ച് അവനോട്. ഒരിക്കൽ അച്ചുവേട്ടനെ വിളിച്ചപ്പോൾ അവർ സംസാരിച്ചിട്ടുള്ളതാണ്. എന്നിട്ട് ഈ ഒരു ചോദ്യം, അത് കള്ളം. അശ്വിൻ, നിനക്കെന്നെ അറിയാമെന്ന് എനിക്കറിയാം. അച്ചുവേട്ടൻ എവിടെ? നിങ്ങളിനി ഏട്ടനെ തിരക്കരുത്. ഏട്ടൻ്റെ കല്യാണം നിശ്ചയിച്ചു. അതിന് ദയവായിട്ട് തടസ്സം നിൽക്കരുത്. ആ മെസ്സേജ് നോക്കി അവൾ കുറേ നേരം നിന്നു. സമനില വീണ്ടെടുക്കാൻ ഒരുപാട് സമയം വേണ്ടി വന്നു. കരഞ്ഞു തീർത്ത കണ്ണീര് വറ്റിപ്പോയി. എന്തോ വിശ്വാസം വരാഞ്ഞിട്ടല്ല, തമ്മിലുള്ള ബന്ധത്തിന്റെ പേരെന്തായിരുന്നുവെന്ന് അച്ചുവേട്ടൻ തന്നെ പറയണമെന്നൊരു തോന്നൽ. എൻ്റെ അച്ചുവേട്ടൻ അതിന് പറ്റില്ല. സത്യം പറ അശ്വിൻ, എന്താ സംഭവിച്ചത്? പ്ലീസ്, എനിക്കറിയണം. വോയിസ് ആയിട്ട് തന്നെ അയച്ചു നോക്കി. സ്നേഹം കൊണ്ട് മുറിവേറ്റതിൻ്റെ കണ്ണീരും യാതനയും അപേക്ഷയും എല്ലാം ആ ശബ്ദത്തിനുണ്ടെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ അശ്വിനും തോന്നി. ഏട്ടന് ക്യാൻസറാണ്. അറിയാൻ കുറച്ച് ലേറ്റായി പോയെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ചേച്ചിയൊന്നും അറിയിക്കാണ്ടിരിക്കാനാ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടിരിക്കാൻ പോകണമെന്നൊക്കെ കള്ളം പറഞ്ഞ്. എങ്ങനെയായാലും ചേച്ചി മെസ്സേജ് അയക്കുമെന്ന് കരുതിയിട്ടാണ് എല്ലാ അക്കൗണ്ടും കളഞ്ഞത്. ചേച്ചിയെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്താ, ഒന്നും ചേച്ചി അറിയരുതെന്ന് കരുതിയിട്ട്. ചേച്ചി വേദനിച്ച അതിലേറെ ഏട്ടൻ വേദനിക്കെന്ന് പറഞ്ഞിട്ടാ ഇന്നലെ കുത്തിയിരുന്ന് അക്കൗണ്ടുകളൊക്കെ കളഞ്ഞത്. ഞാനിത് പറഞ്ഞുവെന്ന് ആരും അറിയരുത്. ഞാൻ ബ്ലോക്ക് ചെയ്യുന്നു. പറ്റുമെങ്കിൽ എൻ്റെ ഏട്ടന് വേണ്ടി പ്രാർത്ഥിക്കണം. അശ്വിൻ്റെ നീണ്ട മെസ്സേജ് മാറി മാറി വായിച്ചിട്ടും അവൾക്കൊന്നും ഉൾക്കൊള്ളാനായില്ല. കരച്ചിലിറ്റി വീണിട്ടും എന്തുകൊണ്ടോ ശബ്ദം പുറപ്പെട്ടില്ല. ഇതുവരെ കണ്ടിട്ടില്ലാത്ത മെസ്സേജിലൂടെയും ഫോൺ കോളിലൂടെയും മാത്രം പറഞ്ഞ അച്ചുവേട്ടനെ ഒരിക്കലെങ്കിലും കാണണമെന്നൊരാഗ്രഹം ഉള്ളിലുദിച്ചു. തന്നെ ഒന്നും അറിയിക്കാതിരിക്കുവാൻ വേണ്ടി മാത്രം അച്ചുവേട്ടന് താൻ ആരാണ്? ഇതാണോ യഥാർത്ഥ പ്രണയത്തിൻ്റെ വശ്യത? അപ്പോൾ തന്നെ തീരുമാനിച്ചു അച്ചുവേട്ടനെ കാണണം. ഒടുവിൽ ചാലക്കുടിയിൽ അച്ചുവേട്ടൻ്റെ വീട്ടിലേക്ക് പോകാൻ തന്നെ അവൾ തീർച്ചയാക്കി. ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. നീ ഇതെങ്ങോട്ടാടി ഇതൊക്കെ പെറുക്കി കെട്ടി? നിരഞ്ജൻ ചോദിച്ചു. ഞാൻ നാളെ അച്ചുവേട്ടനെ കാണാൻ പോവാം. അത്രയേ പറഞ്ഞുള്ളൂ. ഡി, നിനക്ക് മുഴുത്ത വട്ട. ഇതുവരെ കാണാത്ത ഒരാൾ, അവൻ നിന്റെ ആരാണെന്ന് നിനക്ക് പോലും അറിയില്ല. നാളെ എക്സാം തുടങ്ങാം. എല്ലാറ്റിനും ഒരു പരിധിയുണ്ട്. പറഞ്ഞില്ലെന്ന് വേണ്ട. നിരഞ്ജൻ ചൂടായിക്കൊണ്ട് പറഞ്ഞപ്പോഴും അവളത് വകവെച്ചില്ല. അച്ചുവേട്ടൻ എൻ്റെ ആരൊക്കെയാണ്? ആ, എന്താന്ന് വെച്ചാ ചെയ്യ്. നിരഞ്ജന ദേഷ്യത്തോടെ എഴുന്നേറ്റ് പോയി. ആ രാത്രിയും അവൾക്ക് ഉറങ്ങാനായില്ല. കണ്ണീര് പൂർണ്ണമായും വറ്റി വരണ്ടു. കണ്ണിൽ നിന്നും ഇപ്പോൾ ഒലിച്ചിറങ്ങുന്ന ചോരയാണെന്ന് അവൾക്ക് തോന്നി. അതൊലിച്ചിറങ്ങി കിടക്കയാകമാനം ചെന്നിറമാക്കി. ചുവന്ന പട്ടുപോലെ കിടക്കവരി കാറ്റിൽ ഇളകി ഉലഞ്ഞു. അടുത്ത ദിവസം പുലർച്ചെ തന്നെ അവൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ചാലക്കുടിക്കുള്ള ട്രെയിൻ കയറി ഉച്ചയോടെ അവിടെ എത്തി. ആ യാത്രയിലുടനീളം കണ്ടത് അവൻ്റെ മുഖമാണ്, കേട്ടത് അവൻ്റെ ശബ്ദവും. ചേട്ടാ, ഈ അഡ്രസ്സ് എവിടെയെന്നറിയോ? സ്റ്റേഷന് പുറത്തെ ഓട്ടോ സ്റ്റാൻഡിൽ ചെന്ന് മൊബൈലിൽ ഒരിക്കൽ അവൻ പറഞ്ഞ അഡ്രസ്സ് ഒരു ഡ്രൈവറെ കാണിച്ചു. ഇവിടെ അടുത്താ, കയറിക്കോളൂ. ഡ്രൈവർ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവളുമായി മുന്നോട്ട് നീങ്ങി. 20 മിനിറ്റോളം നീണ്ട യാത്ര കഴിഞ്ഞ് ഓട്ടോ ചെന്ന് നിന്നത് ഒരു തറവാട് വീടിൻ്റെ മുന്നിലാണ്. ഓട്ടോക്കാരനെ പറഞ്ഞയച്ച് അവൾ ആ വീടിൻ്റെ ഉമ്മറത്തേക്ക് നടന്നെത്തി. ഉമ്മറമുറ്റത്ത് തെങ്ങിൽ കെട്ടിയിട്ട പശുവിന് വൈക്കോലിട്ട് കൊടുത്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീ അവൾ കണ്ടു. ഒറ്റ നോട്ടിൽ തന്നെ അത് അച്ചുവേട്ടൻ്റെ അമ്മയാണെന്ന് അവൾക്ക് മനസ്സിലായി. ഒരിക്കൽ അച്ചുവേട്ടൻ ഫോട്ടോ കാണിച്ചു കൊടുത്തിരുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും അമ്മമ്മയുടെയും അനിയൻ്റെയും ഒക്കെ. ഞാൻ അനു, അച്ചുവേട്ടൻ്റെ, ഞാൻ ഉദ്ദേശിച്ച് അനീഷേട്ടൻ്റെ. അമ്മയൊന്ന് നോക്കി, പിന്നീട് പുഞ്ചിരിച്ചു. അച്ചുവേട്ടൻ തന്നെ വിളിച്ചോളൂ. അനുവിനെ എനിക്കറിയാം. അവൻ പറഞ്ഞിട്ടുണ്ട്. കയറിയിരിക്കൂ. അമ്മ വൈക്കോൽ കെട്ടി താഴെയിട്ട് അരയിലെ മടക്കിൽ നിന്ന് സാരിത്തും പഴിച്ചിട്ട് അവൾ അകത്തേക്ക് ഇരുത്തി. ആരാ സുഭദ്ര ഇത്? എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. അത് അമ്മമ്മയായിരുന്നു. അടുക്കളയിൽ നിന്നുള്ള വരവാണ്. ഇതാണമ്മ അനു. അനീഷ് പറയാറില്ലേ, അവനെ കാണാൻ വേണ്ടി വന്ന. അമ്മ പറഞ്ഞു കൊടുത്തു. ആ കുട്ടിയാണോ ഇത്? അനീഷ് എന്നും പറയാറുണ്ട് മോളെക്കുറിച്ച്. സത്യത്തിൽ നിങ്ങൾ തമ്മിൽ എന്താന്ന് ഞങ്ങൾക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല കേട്ടോ. അമ്മമ്മയുടെ വാക്കുകളിൽ ചെറിയൊരു സങ്കടവും കലർന്നിരുന്നു. അവനൊന്നും മിണ്ടാതായ സ്വന്തം വഴിക്ക് പോകുന്ന കരുതിയത്. ഇനിയും അവനെക്കുറിച്ച് ഒരു തലപുണ്ടാക്കണമെന്ന് കരുതിയിട്ടാ എൻ്റെ ചെറിയ മോനെ കൊണ്ട് സത്യങ്ങളൊക്കെയും പറയിപ്പിച്ച്. എന്നാ അവനു വേണ്ടി അവിടുന്ന് ഇത്രയും ദൂരം വരണമെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് എന്താണ് പേരെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നു. അമ്മ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അവളുടെ ശ്രദ്ധ അതിലൊന്നല്ലായിരുന്നു. അച്ചുവേട്ടനെ കാണണം, കെട്ടിപ്പിടിച്ച് കരയണം, ഉമ്മ കൊടുക്കണം. പക്ഷെ എൻ്റെ കുട്ടിക്ക് അതിനുള്ള ഭാഗ്യമില്ലാണ്ടായിപ്പോയി. അവൻ അസുഖാണെന്ന് അറിഞ്ഞുകൊണ്ട് മോളിനി അവൻ്റെ അടുത്ത് മിണ്ടാനൊന്നും പോകത്തില്ലല്ലോ. അമ്മമ്മ പറഞ്ഞത് ചെന്നുകൊണ്ടത് അവളുടെ ഹൃദയത്തിലാണ്. മൂർച്ച കൂടിയ സൂചിമുന പോലെ അത് ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരുന്നു.
അച്ചുവേട്ടന് അസുഖമാണെന്ന് അറിഞ്ഞിട്ടും ഏട്ടൻ അന്വേഷിച്ച് ഇവിടെ വരെ വരണമെങ്കിൽ അത് ഇട്ടിട്ട് പോകാനായിരിക്കും അമ്മമ്മേ. തിരിച്ചു ചോദിച്ചു. അവരിരുവരും പരസ്പരം നോക്കി. എനിക്ക് അച്ചുവേട്ടനെ കാണണം. അവൻ ചിലപ്പോൾ നിന്നോട് ദേഷ്യപ്പെട്ടെന്നിരിക്കും. മോൾക്ക് അവനോട് വിരോധം തോന്നരുത്. മറുപടി പറഞ്ഞില്ല. അച്ചുവേട്ടൻ്റെ ദേഷ്യം മാറ്റാൻ ഒരു ഉമ്മ മാത്രം മതിയെന്ന് അവൾക്കറിയാം. ആ മുറിയിലുണ്ട്. ഇപ്പൊ മുറിയുടെ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല. ഭക്ഷണം അവിടെ കൊണ്ടുപോയി കൊടുക്കണം. എൻ്റെ കുട്ടി പാവായിരുന്നു. അമ്മമ്മ കരയാൻ തുടങ്ങി. അവർക്കൊപ്പം അമ്മയും. അമ്മ ചൂണ്ടിക്കാണിച്ച മുറിയിലേക്ക് അടിവെച്ച് നടന്നെടുക്കുമ്പോഴും ഹൃദയം ശക്തിയിൽ മിടിച്ചു തുടങ്ങിയിരുന്നു. കാലുകൾ വിറച്ചു. നടക്കാൻ വയ്യെന്നായി. താങ്ങിനായി ചുമരിൽ കൈകളമർത്തി. വാതിൽ മെല്ലെ തുറന്നപ്പോൾ ഇരുട്ടിന്റെ അരണ്ട വെളിച്ചത്തിൽ കണ്ടത് ഒരു കട്ടിലാണ്. അതിൽ കുട്ടിയെപ്പോലെ കിടന്നുറങ്ങുന്ന അവളുടെ അച്ചുവേട്ടനെയും. ആദ്യമായി ആ മുഖം കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. വേച്ച് വേച്ച് അവന്റെ അടുത്തേക്ക് നടന്നെടുക്കുവാൻ തുടങ്ങുന്നതിന് മുമ്പ് അവൾ വാതിൽ അകത്തുനിന്ന് അടച്ചു. അച്ചുവേട്ടന്റെ അടുത്ത് മുട്ടുകുത്തിയിരുന്നു. ഫോട്ടോയിൽ കണ്ടതിനേക്കാൾ സുന്ദരനാണ് അച്ചുവേട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ അവൾക്ക് മനസ്സിലായി. എന്തോ സ്വാതന്ത്ര്യത്തോടെ അവൾ അച്ചുവേട്ടന്റെ കവിളിൽ കൈവച്ച് മറുകവിളിൽ ഉമ്മ വെച്ചു. അച്ചുവേട്ടന്റെ കണ്ണുകൾ മെല്ലെ തുറന്നു. അനു. അച്ചുവേട്ടന്റെ ശബ്ദം അവളുടെ മനസ്സിന് എന്തോ ഒരു കുളിർമ നൽകി. അവൾ അങ്ങനെ നിന്നു കുറേ നേരം. അച്ചുവേട്ടൻ മെല്ലെ എഴുന്നേറ്റ് കണ്ണുകൾ തുടച്ചു. നീ എന്താ ഇവിടെ? എനിക്ക് നിന്നെ കാണണ്ട. എന്തുകൊണ്ട്? അവൾ എഴുന്നേറ്റിരുന്നു. എനിക്ക് നിന്നെ ഇഷ്ടമല്ല, അത്ര തന്നെ. ഇഷ്ടമല്ല അല്ലേ? അവൾ പിന്നിലേക്ക് നടന്നു നീങ്ങി. ചുമരിൽ തൂക്കിയിട്ട കണ്ണാടി ചെന്ന് കൈകൾ ആഞ്ഞടിച്ചു. കണ്ണാടി ചില്ലുകൾ പൊളിഞ്ഞു വീണു. അവളുടെ കൈകളിൽ തറച്ച് ചോരയൊലിച്ചു. മുണ്ടിന്റെ കര കീറിയെടുത്ത് അവൻ വേഗം തന്നെ അവളുടെ കൈകൾ കെട്ടി. നിനക്കെന്താ പ്രാന്തുണ്ടോ? ദേഷ്യത്തോടെയുള്ള അവന്റെ ശാസന. അവളത് നോക്കി നിന്നു. ദേഷ്യപ്പെടുമ്പോൾ അവന്റെ കവിളുകൾ ചുവന്നു. എന്നെ ഇഷ്ടമല്ലല്ലോ? അവൾ വീണ്ടും ചോദിച്ചു. മൂന്നാമൊന്നും ആലോചിക്കാതെ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞത് അവനായിരുന്നു. നോക്ക്, നീ എന്റെ നെഞ്ചിന്റെ അത്രേ കാണും. അപ്പൊ എനിക്ക് നിന്നെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിക്കാം. ഒരിക്കൽ അവൻ പറഞ്ഞു ചിരിച്ചത് അവൾക്ക് ഓർമ്മ വന്നു. പക്ഷേ ഇന്നവൻ നിന്ന് കരയുന്നത് അവളുടെ നെഞ്ചിൽ കിടന്നാണ്. നിന്നോട് ഞാൻ 1000 തവണ പറഞ്ഞിട്ടില്ലടി ഈ ചോദ്യനോട് ചോദിക്കരുതെന്ന്. എന്തിനു നീ ഇങ്ങോട്ട് വന്ന്? ഒരിക്കൽ ചാരക്കുടി വരണമെന്ന് അച്ചുവേട്ടൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ? എന്നിട്ടിപ്പോ വന്നത് എന്തിനാണെന്നോ? അവൾ പുഞ്ചിരിച്ച് കാണിച്ചു. കണ്ണുകൾക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടിരുന്നു. കൈ വേദനിക്കുന്നുണ്ടോ? അവനവളുടെ കൈകളിൽ മുത്തിയിട്ട് ചോദിച്ചു. ഇല്ലെന്നവൾ മെല്ലെ തലയാട്ടി. അവൻ കിടക്കയിൽ ചെന്നിരുന്നപ്പോൾ അടുത്തായി അവളും പോയിരുന്നു. നീ എനിക്ക് എവിടേക്ക് ഉമ്മ തരും? അച്ചുവേട്ടൻ്റെ കണ്ണിൽ, മൂക്കിൽ, ചെവിയിൽ, കവിളിൽ, കഴുത്തിൽ, നെറ്റിയിൽ. പിന്നെ ആ മെസ്സേജ് വായിച്ച് അവൾ കുറേ നേരം ചിരിച്ചിരുന്നു. അച്ചുവേട്ടാ, ഏട്ടൻ്റെ ഇളക്കം എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അവൾ ചിരിച്ചുകൊണ്ട് റിപ്ലൈ കൊടുത്തു. അച്ചുവേട്ടാ. അച്ചുവേട്ട എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഒന്നുമില്ല. നീ എപ്പോഴാ പോകുന്നേ? പോണോ? അവൾ ചോദിച്ചു. വേണ്ടെന്നവൻ തലയാട്ടി. എനിക്ക് നിന്നെ കെട്ടിപ്പിടിച്ച് കിടക്കണം കുറേ നേരം. നിന്നെ എൻ്റെ നെഞ്ചിൽ ചേർത്ത് വെച്ച് കിടക്കണം. പിന്നെ നിന്റെ മടിയിൽ പൂച്ചക്കുഞ്ഞിനെ പോലെ കിടന്നുറങ്ങണം. അവൻ്റെ മെസ്സേജ് അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. അവൻ കിടക്കയിലേക്ക് മെല്ലെ കിടന്നു. അവൻ്റെ നെഞ്ചിൽ അവളും തലചായ്ച്ചു. അവളുടെ കണ്ണിൽ നിന്നൊഴുകിയ കണ്ണീര് അവൻ്റെ മാറിൽ ഇറ്റി വീണ് ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി. സൂചി ഇറങ്ങുന്ന വേദനയിൽ അവൻ പിടച്ചു. എന്തിനാ എന്നെ സ്നേഹിച്ചത്? അവൻ്റെ ആ ചോദ്യം അവൾക്ക് ഉത്തരമില്ലായിരുന്നു. അവൾ നിശബ്ദയായി. നീ എപ്പോഴാ പോണേ? സമയം വൈകിക്കൊണ്ടിരിക്കുക. ഞാൻ പോണില്ലെങ്കിലോ? ആ മറുചോദ്യത്തിന് ഇരുമ്പിനേക്കാൾ കരുത്തുണ്ടെന്ന് അവന് തോന്നി. അച്ചുവേട്ടനെ വിട്ട് ഞാനിനി എങ്ങോട്ടും പോണില്ല. അതിന് നീ എൻ്റെ ആരാ? ഞാൻ ആരുമല്ലേ? അവൻ്റെ മുഖത്തേക്ക് മെല്ലെ നോക്കിയിട്ട് ചോദിച്ചു. ഇത്തവണ നിശബ്ദനായത് അവനാണ്. ഞാൻ മരിച്ചുകൊണ്ടിരിക്കുക. അറിയാം. എന്നെ ഇട്ടിട്ട് പോയിക്കോ. ഒരിക്കലും ഇട്ടിട്ട് പോവില്ലെന്ന് പറഞ്ഞതും അച്ചുവേട്ടൻ തന്നെയാണ്. ഓർക്കുന്നില്ലേ? അവൾ ചൊരിയുന്ന ചോദ്യങ്ങളുടെ നടുവിൽ അവൻ വഴിയറിയാതെ മുട്ടൂത്തി നിന്നു. അനു, എനിക്കുറങ്ങണം. അന്ന് ഞാൻ പറഞ്ഞ പോലെ നിന്നെ കെട്ടിപ്പിടിച്ചിട്ട് നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് ഉറങ്ങണം. അവൾ അവനോട് ചേർന്ന് കിടന്നു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ അമർന്നു. കൈകൾ അവളെ വരിഞ്ഞു. അവളുടെ ചുണ്ടുകൾ അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു. ഞാനിനി ഒരിക്കലും അച്ചുവേട്ടനെ വിട്ടിട്ട് പോവില്ല, അവൾ പറഞ്ഞു. അവനൊന്നും മിണ്ടിയില്ല. ഉറങ്ങിക്കാണണം, ഉറങ്ങിക്കോട്ടെ. അവൻ്റെ വലയത്തിനുള്ളിൽ അവൻ്റെ ചുണ്ടുകൾ നെറ്റിയിലമർന്നുകൊണ്ട് ഏറെ നേരം അവൾ കിടന്നു. ഇടയ്ക്കപ്പുഴ വെച്ച് അവളുടെ മൊബൈൽ റിങ് ചെയ്തു. അച്ചുവേട്ടിൽ നിന്ന് എഴുന്നേറ്റ് അവൾ മൊബൈൽ എടുത്ത് നോക്കി. അമ്മയാണ്. എല്ലാം അറിഞ്ഞു കാണും. മടിച്ചുകൊണ്ടാണ് കോൾ അറ്റൻഡ് ചെയ്തത്. ഹലോ അമ്മ. നീ എവിടെ പോയതാണെന്ന് ആരെ കാണാൻ പോയതാണെന്നും നിരഞ്ജന പറഞ്ഞു.
അത് അമ്മേ, എനിക്കറിയില്ല. എനിക്ക് അച്ചുവേട്ടനെ വേണം. അച്ചുവേട്ടനില്ലാതെ പറ്റില്ല. നിനക്ക് ശരിയെന്ന് തോന്നുന്നു നീ ചെയ്യ്. അമ്മ കൂടെയുണ്ട്. അവനെ കൂട്ടി ഇങ്ങോട്ട് വരണം. അച്ഛനില്ലാതെ വളർന്ന കുട്ടിയാ നീ. അമ്മമാർ വളർത്തുന്ന കുട്ടികളൊക്കെ ഇങ്ങനെയാണെന്ന സ്ഥിരം പഴമൊഴി നാട്ടുകാരെ കൊണ്ട് തിരുത്തി പറയിപ്പിക്കണം. ഐ ലവ് യു അമ്മ. ചെറുപ്പത്തിൽ അച്ഛൻ മരിച്ചാൽ പിന്നെ അമ്മയാണല്ലോ. അവൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടതും താങ്ങായതും തണലായതുമെല്ലാം. എല്ലാറ്റിനും അമ്മ കൂടെ ഉണ്ടാവും. ഇന്നും അമ്മയുണ്ട് കൂടെ. അച്ചുവേട്ടനെ ശല്യപ്പെടുത്തണ്ട, ഉറങ്ങിക്കോട്ടെ. അവൾ മുറിയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അടുക്കളയിലേക്ക് ചെന്നു. അമ്മയും അമ്മമ്മയും തിരക്കിട്ട പണിയിലാണ്. അപ്പോഴാണ് സമയം വൈകുന്നേരമായതുപോലും അവൾ അറിഞ്ഞത്. എന്താ കുട്ടി, കയ്യിൽ മുറിവ്? അമ്മയാണ് കണ്ടത്. ഓടി വന്ന് കൈയെടുത്ത് തിരിച്ചു മറിച്ച് നോക്കി. എല്ലാ അമ്മമാരും അങ്ങനെയാണ്. അമ്മയുടെ മോൻ്റെ പിണക്കം മാറ്റാൻ ഇങ്ങനെ ചെയ്യേണ്ടി വന്നു, അവൾ പറഞ്ഞു. ആ അമ്മയുടെ കണ്ണ് നനയുന്നത് അവൾക്ക് കാണാം. ചെറുപ്പത്തിൽ ഞാൻ അവനൊരു കഥ പറഞ്ഞു കൊടുക്കാറുണ്ട്. അവന് വേണ്ടി കടല് കടന്നൊരു മാലാഖ വരുമെന്ന്. അവനെ സ്നേഹിക്കാനായിട്ട് ആ മാലാഖ മോളാണെന്ന് തോന്നിപ്പോവാ. അമ്മമ്മയാണ് അടുത്തുവന്ന് പറഞ്ഞത്. അതിനു മുമ്പേ അമ്മ അവരുടെ വായടക്കുവാൻ ആംഗ്യം കാണിച്ചുവെങ്കിലും ആ ശ്രമം വിഫലമായി. മോളാണെന്നും കാര്യാക്കണ്ട, അമ്മ ഇങ്ങനെയാണ്, അമ്മ ജാളിതയോടെ പറഞ്ഞു. ആ മാലാഖ തന്നെയാ ഞാൻ. അമ്മക്ക് വിരോധമുണ്ടോ? ചോദിച്ചു നോക്കി. അമ്മ ഒന്നും മിണ്ടിയില്ല. അവർ കൈകൾ മേലെ കൂപ്പി കരയാൻ തുടങ്ങി. അവരെ കെട്ടിപ്പിടിച്ച് അവളും കരഞ്ഞു. മോള് കരയണ്ട, മോള് കരയണത് അവന് പിടിക്കില്ല. അമ്മമ്മയും പറഞ്ഞത് കരഞ്ഞുകൊണ്ടാണ്. അനു, അനു, അനു. അച്ചുവേട്ടൻ മുറിയിൽ നിന്ന് വിളിക്കുന്നത് അവൾ കേൾക്കാം. ആദ്യം പതുക്കെ, പിന്നെ വിളിയുടെ ശബ്ദം കുറച്ചുകൂടെ ഉറക്കെ. കണ്ടോ, 2 ദിവസമായിട്ട് അവന്റെ ശബ്ദം പോലും നേരെ കേൾക്കാൻ പറ്റിയിട്ടില്ല. മോള് വന്നോണ്ടുള്ള മാറ്റ. നീക്ക് ഉറപ്പാ അവനെ തിരിച്ചു കൊണ്ടുവരാൻ മോൾക്ക് കഴിയും. അമ്മമ്മ പറഞ്ഞുകൊണ്ടിരുന്നു. ആ വാക്കുകൾ അവൾക്കും വിശ്വാസമേകി. ഇനിയും ഒരു വിളിക്ക് കാക്കാതെ അവൾ മുറിയിലേക്ക് ചെന്നു. അനു, എനിക്ക് വിശക്കുന്നു, അച്ചുവേട്ടൻ എഴുന്നേറ്റിരുന്ന് പറഞ്ഞു. അവൾ അവൻ്റെ കൈ പിടിച്ച് മുറിക്ക് പുറത്തേക്ക് കൊണ്ടുവന്നു. 2 ദിവസത്തിന് ശേഷമായിരുന്നു അവൻ ആ മുറി വിട്ട് ഇറങ്ങിയത്. അത് കണ്ട അമ്മയുടെയും അമ്മാമ്മയുടെയും കണ്ണുകൾ നിറഞ്ഞു. അച്ചുവേട്ടനെ ടേബിളിൽ ഇരുത്തിയിട്ട് ഭക്ഷണം വിളമ്പി. അച്ചുവേട്ടൻ ഫുഡ് കഴിച്ചോ? ഇല്ല, കഴിച്ചില്ല. നീ വാരി തരാം, വായോർക്ക്. ആ, എനിക്കിനി എന്നും നീ വാരി തന്നാ മതി, അച്ചുവേട്ടൻ കുറെ ചിരിച്ചുകൊണ്ടുള്ള ഇമോജികളോടൊപ്പം പറഞ്ഞു. അതൊക്കെ ഓർത്ത് അവളുടെ തല കനത്തു. അവന്റെ സമ്മതത്തിന് കാക്കാതെ അവൾ അവന് ഭക്ഷണം വാരിക്കൊടുക്കുന്ന അമ്മയും അമ്മാമ്മയും നോക്കി നിന്നു. അവന്റെ ഉള്ളിൽ പക്ഷേ കലാപമായിരുന്നു. ഒരു വശത്ത് അവളോടുള്ള ഒടുങ്ങാത്ത സ്നേഹവും മറുവശത്ത് മരണവും. ഇത്രമേൽ തന്നെ സ്നേഹിക്കുവാൻ അവൾക്കല്ലാതെ മറ്റാർക്കും കഴിയില്ലെന്ന് അവന് ഉറപ്പാണ്. പക്ഷേ അവൾ വെറുക്കും തോറും മരണവും താനും തമ്മിലുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞു വരുന്നുവെന്ന് അവൻ ഭയന്നു. രാത്രി കിടക്കാനായി അവൾ ചെന്നത് അവന്റെ മുറിയിലേക്കാണ്. ചോദ്യഭാവത്തോടെ അമ്മ അടുത്ത് ചെന്നപ്പോൾ അച്ചുവേട്ടന്റെ മുറിയിൽ കിടക്കുന്നുവെന്നായിരുന്നു അവളുടെ മറുപടി. അവൾ കുളിച്ച് ഈറനണിഞ്ഞ് മുറിയിലെത്തി. അച്ചുവേട്ടനായി ചുറ്റും നോക്കി. പിന്നിൽ നിന്നും അവൻ അവളെ വലയം ചെയ്തു. അവന്റെ ചുണ്ടുകൾ അവളുടെ പിൻകഴുത്തിൽ അമർന്നു. തിരിഞ്ഞു നിന്ന് അവൾ അവന്റെ നെഞ്ചിൽ തലവെച്ച് കെട്ടിപ്പിടിച്ചു. അവന്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിലും കണ്ണുകളിലും മൂക്കിലും കവിളിലും താടിത്തുമ്പത്തും കഴുത്തിലും പതിഞ്ഞു. പിന്നെ അതവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കി. പറ, നീ എനിക്ക് എവിടേക്ക് ഉമ്മ തരും? ആ മെസ്സേജ് അവളിലെ പെണ്ണിനെ പിടിച്ചു കുലുക്കിയിരുന്നു. പിന്നെ എവിടെയാ? നെറ്റിയിൽ, കണ്ണിൽ, മൂക്കിൽ, കവിളിൽ, നെഞ്ചിൽ. പിന്നെ എവിടെ? അറിഞ്ഞിട്ടും അറിയാത്ത പോലെ അവൾ നടിച്ചു. എന്റെ ചുണ്ടിൽ തരുമോ? പൂച്ച വാല് വെക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നി. അപ്പൊ നീ തരില്ലേ? തരാം. എന്റെ മാത്രം മനു, എന്റെ മാത്രം. അച്ചുവേട്ടൻ അവളെ എടുത്ത് കിടക്കയിൽ കിടത്തി. അവളെ കെട്ടിപ്പിടിച്ച് കിടന്നു. അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി. അവൾ അവന്റെ മുടിയിഴകളിലൂടെ വിരലുകൾ ഓടിച്ചു. അവളുടെ കഴുത്തിൽ ചുംബിച്ചുകൊണ്ട് അവൻ ആ രാത്രി സസുഖം മയങ്ങി. രാവിലെ അവൾ കണ്ണു തുറന്നു നോക്കിയപ്പോഴും അവന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ തന്നെ തങ്ങി നിന്നിരുന്നു. ആ നിമിഷം അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. കുറേയായി താൻ തേടി നടന്ന ചോദ്യത്തിന്റെ ഉത്തരം അവൾക്ക് കിട്ടിയെന്ന് അവൾ ഉറപ്പിച്ചു. അച്ചുവേട്ടന്റെ ആരാ? അച്ചുവേട്ടന്റെ ഫ്രണ്ടാണ്. അച്ചുവേട്ടന്റെ പെണ്ണാണ്. അച്ചുവേട്ടന്റെ മാത്രമാണ്. അച്ചുവേട്ട, ഐ ലവ് യു. എനിക്കിനി അച്ചുവേട്ടനത് പറ്റുമെന്ന് തോന്നില്ല, അവൾ പറഞ്ഞു. അച്ചുവേട്ട, അവനെ വീണ്ടും വിളിച്ചു. അച്ചുവേട്ട! എഴുന്നേറ്റിരുന്ന് അവനെ കുലുക്കി. അവൻ നിശ്ചലനായി തന്നെ കിടന്നു. ആ ചുണ്ടുകളിൽ ഇപ്പോഴും പുഞ്ചിരിയുണ്ട്. ആ കണ്ണുകളിൽ ഇപ്പോഴും തിളങ്ങുന്നത് അവളോടുള്ള സ്നേഹമാണ്. എല്ലാം അവിടെ തന്നെയുണ്ട്, അച്ചുവേട്ടൻ ഒഴികെ. അവൾ ഉറക്കെ ആർത്തു വിളിച്ചു. അച്ചുവേട്ടന്റെ കോളിൽ കുത്തിപ്പിടിച്ചലറി. എഴുന്നേൽക്ക് അച്ചുവേട്ട, എന്നെ ഇനിയും പറ്റിക്കരുത്.
എനിക്കിങ്ങനത്തെ പറ്റിക്കലുകൾ ഇഷ്ടമില്ലാന്ന് അറിഞ്ഞൂടെ അച്ചുവേട്ടാ. അവന്റെ കോളർ വലിച്ചു കുടഞ്ഞു. അവന്റെ താടിരോമങ്ങൾ പിടിച്ചു വലിച്ചു. ഒടുവിൽ തളർന്നുകൊണ്ട് അവന്റെ മുഖം കയ്യിലൊതുക്കി അവൾ അലമുറയിട്ട് കരയാൻ തുടങ്ങി. ഒരു ഗതിയും പരഗതിയുമില്ലാത്ത അവളുടെ ജീവിതത്തിലേക്ക് അവൻ കടന്നു വന്നു. ഇന്നിതാ അപൂർണമായൊരു ചോദ്യചിഹ്നം പോലെ അവളെ തനിച്ചാക്കി അവൻ പോയി മറിഞ്ഞിരിക്കുന്നു. അച്ചുവേട്ടാ, ഒരു അച്ചുവേട്ടൻ കോഴിക്കോട്ടേക്ക് വരണം. ആ വരാം. എനിക്ക് അവിടെ കാണണമെന്നുണ്ട്. നിന്നെ കാണണം. കണ്ടപാടെ കെട്ടിപ്പിടിക്കണം, ഉമ്മ വെക്കണം. അപ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കില്ലേ? ശ്രദ്ധിച്ചോട്ടെ, ഐ ഡോണ്ട് കെയർ. എനിക്ക് ഞാൻ ചോദിക്കുമ്പോഴൊക്കെ നീ ഉമ്മ തരണം. നീ ചോദിക്കാതെ തന്നെ ഞാൻ അങ്ങോട്ട് തരും. പിന്നെ പിന്നെ എനിക്ക് കോഴിക്കോട് ഹൽവ കഴിക്കണം, ബീച്ച് കാണണം. അങ്ങനെ 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 ഒന്നും വേണം നിർബന്ധമില്ല. നീ കൂടെ ഉണ്ടായാൽ മാത്രം മതി. ആ രാത്രിയിൽ മഴയത്ത് ഒറ്റക്കൊരു കൂടെ ചൂടി അവൻ്റെ ശവകുടീരത്തിന് മുമ്പിൽ ടോർച്ചടിച്ച് നിൽക്കുമ്പോൾ എല്ലാം ഒരു മായാജാല കഥ പോലെ അവളുടെ മുന്നിൽ തെളിഞ്ഞു. കണ്ണുകൾ കുഴിഞ്ഞിരുന്നു. കരഞ്ഞു തളർന്നുകൊണ്ടാവണം ഇപ്പോഴും ആ കുടയിൽ തനിക്കൊപ്പം അച്ചുവേട്ടനുണ്ടെന്ന് അവൾക്ക് തോന്നി. ഞാൻ ഇന്നും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും, ഒരിക്കലും വിട്ടിട്ട് പോയില്ല. അച്ചുവേട്ടൻ പറഞ്ഞത് ഇന്നും കാതുകളിലുണ്ട്. അവൻ്റെ ചുംബനമാണ് അവന് മരണത്തിന് ഒറ്റിക്കൊടുത്തതെന്ന് അവൾക്ക് തോന്നി. അവളുടെ സങ്കടത്തിൻ്റെ കനം കാരണം തല താഴ്ന്നു പോയി. അവൻ്റെ ചുണ്ടുകൾ ഇപ്പോഴും കഴുത്തിൽ തങ്ങി നിൽക്കുന്ന പോലെ, അവൻ്റെ ചുംബനം ഇപ്പോഴും അവളെ അവനിൽ അനുരക്തയാക്കുന്ന പോലെ. കണ്ണുകളിൽ നിന്ന് അവസാനത്തുള്ളി കണ്ണുനീര് മിറ്റി വീഴുന്നതിന് തൊട്ടു മുമ്പ് അവൻ്റെ ശവകുടീരത്തിൽ നിന്നൊരു ഞരക്കം കേട്ടു. ടോർച്ചടിച്ച് അവളത് അവ്യക്തമായി കണ്ടു. അവൻ്റെ ശവകുടീരത്തിൽ മണ്ണിടിയുന്നത്, അത് രണ്ടായി പിളരുന്നത്, അതിൽ നിന്നൊരു പ്രകാശം പൊട്ടിമുളച്ച് അത് അവളുടെ കണ്ണുകളിലേക്കും പടർന്നു.